ഈ 2025 ഓഗസ്റ്റിൽ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നൊരു സംഘടന അവർ ഇറക്കിയ ഒരു റിപ്പോർട്ടിൽ ഇന്ത്യസ് ടോപ്പ് ഡേർട്ടിയസ്റ്റ് റെയിൽവേ സ്റ്റേഷൻസിൽ 4ാമത്തെ സ്ഥാനം തേടി ഈ കാണുന്ന ഒറ്റപ്പാലം സ്റ്റേഷൻ എന്നാണ് പറയുന്നത്. എന്തടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് എന്നൊന്നും എനിക്ക് ഒരു അറിവുമില്ല. ഗൂഗിളിൽ നോക്കിയിട്ട് അങ്ങനെ ഒരു റിപ്പോർട്ടേ എനിക്ക് കാണുന്നില്ല. ഞാൻ പട്ന ജംഗ്ഷൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അതിലിട്ട കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒറ്റപ്പാലം സ്റ്റേഷൻ ഇതേപോലെ 4ാമത്തെ ഡേർട്ടിയസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ്. ഞാൻ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. നമ്മുടെ കേരളത്തിലെ ഒരു സ്റ്റേഷൻ ഇന്ത്യയിലെ തന്നെ 4ാമത്തെ ടോപ്പ് ഡേർട്ടിയസ്റ്റ് റെയിൽവേ സ്റ്റേഷനെന്ന് കേൾക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെ പ്രതികരണം എന്ന് ആലോചിക്കുക. നമ്മൾ ബീഹാർ UP ഒക്കെ എല്ലാം പോയി അവിടുത്തെ സ്റ്റേഷനൊക്കെ കണ്ടതാണ്. അവിടുത്തെ മെയിൻ സ്റ്റേഷൻ വരെ ഭയങ്കര വൃത്തിയാണ്. പട്ന ജംഗ്ഷൻ ഞങ്ങൾ കണ്ടു. ഒറ്റപ്പാലം സ്റ്റേഷനാണ് ഫുള്ള് നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ എന്നൊരു പാർട്ടീഷൻ അല്ലെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യനെ അധിക്ഷേപിച്ച് പറയാതെ ആ ഒരു സംഭവമല്ല പറയുന്നത്. നമ്മൾ ഉള്ള ഫാക്റ്റാണ് പറയുന്നത്. നോർത്ത് ഇന്ത്യയിലേക്ക് പോയ ആൾക്കാർക്ക് ഇത് അറിയാൻ പറ്റും. ഇത് ശരിക്കുള്ള റിയാലിറ്റി. ഈ ഒറ്റപ്പാലം സ്റ്റേഷൻ എങ്ങനെയാണ് ഡേർട്ടിയസ്റ്റ് ആവുന്നതെന്ന് എനിക്കറിയത്തില്ല. നമ്മളിപ്പോൾ ഉള്ളത് പ്ലാറ്റ്ഫോം നമ്പർ 2-ലാണ്. പ്ലാറ്റ്ഫോം നമ്പർ 2 നോക്ക്, എന്തെങ്കിലും വൃത്തിയോടുണ്ടോ പറയാം? എവിടെയെങ്കിലും വേസ്റ്റോ? ഫുള്ള് കണ്ടതിനറിയാം, കാരണം ഫുള്ള് തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ 2. അതായത് പാലക്കാട് ഭാഗത്തുനിന്ന് ഷൊർണൂർ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വണ്ടികൾ നിർത്തുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ പ്ലാറ്റ്ഫോം നമ്പർ 2. അപ്പോൾ ആ വണ്ടി വരുന്നത് അത് കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് ആണ്. അപ്പോൾ നമുക്ക് ഈ പ്ലാറ്റ്ഫോം 2 കിടക്കുമ്പോൾ അങ്ങോട്ട് പോവാം. വ്യക്തമായിട്ടുള്ള അനൗൺസ്മെന്റ്, പിന്നെ ഡിസ്പ്ലേ ബോർഡുകൾ കണ്ടോ, ഏതൊക്കെ കോച്ച് എവിടാണ് വരുന്നത്, എല്ലാ സംഭവം ഉള്ള ഒരു സ്റ്റേഷനാണ് ഒറ്റപ്പാലം. കണ്ടോ, ഒരു കുറവുമില്ല, അനൗൺസ്മെന്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. ആകെ 2 പ്ലാറ്റ്ഫോം മാത്രമുള്ള സ്റ്റേഷനാണ് ഒറ്റപ്പാലം സ്റ്റേഷൻ കേട്ടോ. അപ്പോൾ ഇവര് പറയുന്ന ടോപ്പ് 4 ഡേർട്ടിയസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ 1ാമത്തെ സ്ഥാനം തമിഴ്നാട്ടിലുള്ള പെരിങ്ങളത്തൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. അത് ചെന്നൈ ഡിവിഷനിലാണ്. 2, 3 നോർത്ത് ഇന്ത്യയിലാണ്. ഷാഗഞ്ചൻ എന്ന സ്റ്റേഷൻ ഉത്തർപ്രദേശിൽ, 3ാമത്തേത് സദർ ബസാർ എന്ന സ്റ്റേഷൻ ഡൽഹിയിൽ, 4ാമത്തെയാണ് ഇവർ ഒറ്റപ്പാലം എന്ന് പറയുന്നത്. പിന്നെ നോട്ടബിൾ മെൻഷൻ തന്നെ വേറെ 2-3 സ്റ്റേഷൻ കൊടുത്തിട്ടുണ്ട്. അത് ബീഹാറിലെ കൊടുത്തിട്ടുണ്ട്, പാട്നയും പിന്നെ വേറെ ഏതോ 2-3 സ്റ്റേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഇതിന്റെ റിപ്പോർട്ട് ഇറക്കിയെന്ന് പറഞ്ഞ് കുറെ വെബ്സൈറ്റിലൊക്കെ കണ്ടു. അപ്പൊ നമുക്ക് ഈ റിപ്പോർട്ട് കാണാനുള്ള ഒരു ഇതില്ലേ, റിപ്പോർട്ട് ഞാൻ നോക്കിയിട്ട് റിപ്പോർട്ടൊന്നും കാണുന്നേ ഇല്ല. ഇവർക്ക് ഞാൻ മെയിൽ അയച്ചിട്ട് റിപ്ലൈ ഒന്നും ഇവരുടെ വന്നിട്ടൊന്നുമില്ല. നമുക്ക് നോക്കാം ഇതെന്താ സംഭവം അറിയണമല്ലോ. ഇത് പടച്ചു വിട്ടത് അറിയണമല്ലോ സംഭവം. ഈ ട്രാക്കിലെയും പ്ലാറ്റ്ഫോമിലൊക്കെ വേസ്റ്റ് എടുക്കുന്ന കുറെ ചേച്ചിമാർ നടന്നു വരുന്നുണ്ട്. ആ വെബ്സൈറ്റിൽ അവർ ക്ലിയർലി പറയുന്നുണ്ട് ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റും സംഭവങ്ങളൊക്കെ ഭയങ്കര പൂറാണ്. അപ്പോൾ ഈ കാണുന്ന എന്തോ നോക്കിയേ, അവര് വേസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ്. പോരെ, ആ സൈറ്റിൽ കൊടുത്തേക്കുന്നത് ഇവിടെ ക്ലെൻലിനെസ് ഇല്ല, വേസ്റ്റ് മാനേജ്മെന്റ് ഭയങ്കര ശോകമാണ് കൊടുത്തേക്കണേ. ഈ ട്രാക്കിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു ലേസിന്റെ പാക്കറ്റോ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് വേസ്റ്റ് ബിൻ വരെ കൊടുത്തിട്ടുണ്ട്. അതും സെപ്പറേറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ജൈവ മാലിന്യം, ബയോഡിഗ്രേഡബിൾ വേസ്റ്റ്, നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് എന്ന് പറഞ്ഞ് വേസ്റ്റ് ബിൻ മാത്രമല്ല ആ ബാഗും അവർ വെച്ചിട്ടുണ്ട്. പോരെ, നോക്ക്, ഇതാണ് വേസ്റ്റ് മാനേജ്മെന്റിന്റെ പൂറ എന്ന് പറഞ്ഞ സ്റ്റേഷന്റെ അവസ്ഥ. കണ്ട എന്താല്ലേ, നമുക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും അവർക്ക് ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയവർക്ക് കണ്ണിൽ കുരുവാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എനിക്കറിയില്ല എന്തുവാണ്, എന്തിൻ്റെ ബേസിസിലാണ് ഇവർ അതിനകത്ത് കൊടുത്തേക്കുന്നത്. ക്ലീൻലിനെസ്സും പിന്നെ അവർ നേരിട്ട് വന്ന് നോക്കിയെന്നോ പിന്നെ ഏതോ 10 ലക്ഷം പാസഞ്ചേഴ്സിൻ്റെ ഇൻപുട്ട് എടുത്തെന്നൊക്കെയാണ് പറയുന്നത്. കാണിച്ചു തരാൻ പറഞ്ഞുള്ളൂ. വെയിറ്റ്, ഇനിയിപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോമിൻ്റെ അടുത്തി. പ്ലാറ്റ്ഫോമിലും നല്ല വൃത്തിയാണ്, എല്ലായിടത്തും തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന ഒരു അടിപൊളി പ്ലാറ്റ്ഫോം. എല്ലായിടത്തും ഫാനുണ്ട്, എല്ലായിടത്തും വേസ്റ്റ് ബിൻ ഉണ്ട്. വേസ്റ്റ് ബിൻ കണ്ടോ, എല്ലാം ഒരു 50 മീറ്റർ ഗ്യാപ്പിൽ വേസ്റ്റ് ബിൻ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നോക്കി, അത് എല്ലാം മാർക്ക് ചെയ്ത് ജൈവ മാലിന്യവും അജൈവ മാലിന്യവും മാർക്ക് ചെയ്തിട്ട് ബാഗ് വരെ കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട്. നോക്ക്, താഴെ ഒരു മിഠായി കവർ പോലും ഇല്ല. പ്ലാറ്റ്ഫോം നമ്പർ 1 ഞാൻ വന്നിരിക്കുകയാണ്. ഇവിടെ ലിഫ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കാണിച്ച ലിഫ്റ്റൊക്കെ. അപ്പോൾ ഇവിടെ നോക്ക് എന്ത് വൃത്തിയെന്ന് നോക്കി. ആ ചേച്ചി ഇവിടെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് മോപ്പൊക്കെ ക്ലീൻ ചെയ്യുകയാണ്. ഇവിടെ ഒരു മിൽമയുടെ ഒരു സ്റ്റോർ നമുക്ക് കാണാം. അവിടെ നമുക്ക് കൂൾ ഡ്രിങ്ക്സും മിൽമയുടെ സ്വീറ്റ്സൊക്കെ കിട്ടും. ആ ചേച്ചി ഉണ്ടോ മോപ്പ് ക്ലീൻ ചെയ്യണം ഇവിടെ താഴെ തുടയ്ക്കാൻ വേണ്ടിയിട്ട്. ഇത് സ്റ്റേഷൻ മാസ്റ്ററിന്റെ ഓഫീസൊക്കെയാണ് കാണുന്നത്. ഇതാണ് മെയിൻ പ്ലാറ്റ്ഫോമിന്റെ ആ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു ATM കാണാൻ പറ്റും. ഇവിടെ താഴെ കുറച്ച് വെള്ളം കിടപ്പുണ്ട്, അല്ലാണ്ട് ഇവിടെ വേറെ വൃത്തികേടൊന്നുമില്ല. ഇവിടെ ഒരു ATM കാണാം. അല്ലാണ്ട് ഇവിടെ താഴെ നോക്ക് എന്ത് ക്ലീനാന്ന് നോക്കി, എന്തെങ്കിലും വൃത്തികേടുണ്ടോ? അപ്പോൾ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ 4ാമത്തെ ഡേർട്ടിയസ്റ്റ് റെയിൽവേ സ്റ്റേഷന്റെ കെട്ടിടമാണ് കേട്ടോ കാണുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കിയേ. ഇത് പുതിയതായിട്ട് പണിത ഒരു കെട്ടിടമാണ്. ഒറ്റപ്പാലം സ്റ്റേഷൻ കണ്ട ഈ ഒന്ന് അമൃത ഭാരത് സ്കീമിൽ പണിതായിരിക്കണം. ഇപ്പം ഇവിടെ വീണ്ടും എന്തൊക്കെയോ വർക്കൊക്കെ നടക്കുന്നുണ്ട്, എന്തോന്ന് അറിയത്തില്ല. ഇവിടെ വലിയൊരു പാർക്കിംഗ് ഉണ്ട്, അങ്ങ് ദൂരെ പാർക്കിംഗ് കാണാൻ പറ്റും. പിന്നെ ഇവിടെ എന്തോ പണിയുന്നുണ്ട്, എന്തോ മനസ്സിലാകുന്നില്ല.
ലിഫ്റ്റാണോ? ലിഫ്റ്റല്ല, വേറെന്തോ ആണ്. ഇവിടെ ബൈക്ക് പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. ഫുള്ള് ബൈക്കാണ് കേട്ടോ. അതിൽ ഷെൽട്ടർ വരെ ഉണ്ട്. അപ്പുറത്ത് കാർ പാർക്കിങ്, അതാണ് കാർ പാർക്കിങ്, ഫുള്ള് കാർ മാത്രം. ഇവിടെ മുന്നിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഫാസ്റ്റ് ഫുഡിൻ്റെ ഒരു ചെറിയ തട്ടുകട പോലെ സംഭവമുണ്ട്. പിന്നെ ഇവിടെ മുന്നിൽ തന്നെ ഒരു ബേക്കറി ഉണ്ട്, ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. സൗകര്യത്തിനൊന്നും ഒരു കുറവുമില്ല. എന്താണ് ഈ സ്റ്റേഷനിലെ വൃത്തികേടെന്ന് എനിക്ക് ഇതിനായിട്ടൊന്നും മനസ്സിലായിട്ടില്ല. ഇവിടെ എല്ലാം ഉണ്ട്, മൾട്ടിപർപ്പസ് സ്റ്റാള്, കാറ്ററിംഗ് സ്റ്റോള്, ഇല്ലാത്ത സംഭവം ഒന്നുമില്ല. നല്ലൊരു എൻട്രൻസ് കെട്ടിടമാണ് കാണുന്നത്, ടിക്കറ്റ് കൗണ്ടർ, പിന്നെ എല്ലാം നല്ല വൃത്തിയുണ്ട്. താഴെയാണെങ്കിലും മുകളിലാണെങ്കിലും. പിന്നെ ഡിസ്പ്ലേ ബോർഡ്സ് ഉണ്ട്, ട്രെയിൻ വരുന്ന സമയവും പ്ലാറ്റ്ഫോമും എല്ലാം എഴുതി കാണിക്കുന്നുണ്ട്. മുകളിൽ കണ്ടോ ഒരു പഴയ ഒരു ടച്ച് കണ്ടോ, ഓടിട്ട പോലത്തെ ഒരു ടച്ച് കണ്ടോ, നല്ല രസമുണ്ടല്ലോ അത്. പിന്നെ ഇവിടെ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് സ്റ്റോപ്പ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് സ്വച്ഛതാ അഭിയാൻ്റെ ഒരു പോസ്റ്റർ നമുക്ക് കാണാം. ഏതൊക്കെ വേസ്റ്റ് ബിന്നിൽ എങ്ങനെയൊക്കെയാണ് വേസ്റ്റ് ഇടേണ്ടതെന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. കയറി വരുമ്പോഴത്തേന് നല്ല വൃത്തിയുള്ളൊരു എൻട്രൻസ് ആണ് കാണുന്നത്. പ്ലാറ്റ്ഫോം ആണെങ്കിലും പ്ലാറ്റ്ഫോം നമ്പർ 1 ഇപ്പോൾ ഉള്ളത്. നല്ല വൃത്തിയുള്ളൊരു പ്ലാറ്റ്ഫോം, പിന്നെ കോച്ച് പൊസിഷൻ്റെ ബോർഡ്, എല്ലാ സംഭവവും ഉണ്ട്. ഇവിടെ ഒരു AC വെയിറ്റിംഗ് ഹോൾ നമുക്ക് കാണാം. ഇതെനിക്കൊന്ന് പുതിയതെന്ന്, പക്ഷേ ക്ലോസ്ഡ് ആണ് കേട്ടോ. എയർ കണ്ടീഷൻഡ്, ഫ്രീ വൈഫൈ, ഒരു വെയിറ്റിംഗ് ഹോളാണ് കേട്ടോ. നല്ല സംഭവമാണ്, പക്ഷേ ക്ലോസ്ഡ് ആണ്, ഒന്നും കാണുന്നില്ല. അകത്തിരിക്കുന്ന സെറ്റപ്പ് ഒക്കെ ഉണ്ട്, പക്ഷെ ഒന്നും കാണുന്നില്ല, എല്ലാം ക്ലോസ്ഡ് ആണ്. ഈ ഡേർട്ടിയസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ ഫുള്ള് ക്ലെൻലിനെസ്സിൻ്റെ ആണ് കേട്ടോ. എനിക്ക് സ്വച്ഛ ഭാരത് അഭിയാൻ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ മുന്നിൽ നമുക്കൊരു ചെറിയൊരു പോസ്റ്റർ പോലെ കണ്ടായിരുന്നു. ഈ ഡേർട്ടിയസ്റ്റ് റെയിൽവേ സ്റ്റേഷനിലാണ് ഇത്. നോക്കിയേ എന്തായാലേ, ഇവിടെ എല്ലായിടത്തും ക്ലെൻലിനെസ്സിനെ പറ്റി എഴുതി വയ്ക്കുന്നതുകൊണ്ട് അതുപോലെ തന്നെ അത് പാലിക്കുന്നുമുണ്ട്. നമുക്ക് ഇത് വെയിറ്റിംഗ് ഹോളാണ്, അപ്പർ ക്ലാസ് സ്ലീപ്പർ ക്ലാസ് വെയിറ്റിംഗ് റൂമാണ്. വെയിറ്റിംഗ് റൂമിനകത്ത് കയറി നോക്കിയാലും എന്തെങ്കിലും വൃത്തിക്കുറവുണ്ടോ? ഒരു വൃത്തിക്കുറവില്ല. ഇനി നമുക്കിത് വാഷ്റൂം നോക്കാം. വാഷ്റൂമിൻ്റെ അവിടെ താഴെ ഈ ചെളിയുള്ള ചെരുപ്പും കൊണ്ട് നടന്ന ഒരു പാട് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഒരു മോശം ബാഡ് സ്മെല്ലോ അങ്ങനെ ഒന്നുമില്ല. നല്ല ക്ലീൻ ടോയ്ലറ്റ്, അടിപൊളി ടോയ്ലറ്റ്. ഇപ്പോൾ ഇവിടെ ഒരു പ്ലാറ്റ്ഫോമിന് അപ്പുറത്തോട്ട് പോകാൻ വേണ്ടി നമുക്ക് ഓവർ ബ്രിഡ്ജും ഉണ്ട്, ലിഫ്റ്റും ഉണ്ട്. നിങ്ങൾ ഓർക്കണം, ബീഹാറിലെ പട്ന ജംഗ്ഷനിൽ നമ്മൾ ലിഫ്റ്റ് പോലും കണ്ടില്ല, അത് നിങ്ങൾ ഓർക്കണം. ഇവിടെ കേരളത്തിലെ പാലക്കാട് ഡിവിഷനിൽ ഒരു സാധാരണ സ്റ്റേഷനിൽ വരെ ലിഫ്റ്റ് ഉണ്ട്. ബീഹാറിന്റെ തലസ്ഥാനമായ പട്നയിൽ പോലും ഒരു ലിഫ്റ്റ് ഇല്ല. ഇതൊക്കെ റിപ്പോർട്ട് ഉണ്ടാക്കിയ ആൾക്കാർക്ക് അറിയാത്ത കാര്യമൊന്നും അല്ലല്ലോ. അപ്പോൾ ഇത് ലിഫ്റ്റിനകമാണെങ്കിലും നല്ല ക്ലീനാണ്, ഒരു പ്രശ്നവുമില്ല. അപ്പം നമ്മൾ മുകളിലോട്ട് പോവാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്തിന്റെ ബേസിസ് ആണ് ഇത് ഈ വണ്ടി ഈ സ്റ്റേഷന് ഡേർട്ടി സ്റ്റേഷൻ കൊടുത്തത്. എനിക്കറിയത്തില്ല എന്തുവാന്ന്. എന്റെ ദൈവമേ, ആരുടെ ഇതൊക്കെ പടച്ചിടുന്നേ, സത്യം പറയാമല്ലോ. അയ്യോ, ഇവിടെ എല്ലായിടത്തും ഇതേപോലെ മറ്റേ സ്വച്ഛതാ അഭിയാന്റെ ഒക്കെ മറ്റേ പോസ്റ്ററും സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. വൃത്തിയായി സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. FOB ആണെങ്കിലും നല്ല ക്ലീൻ ആണോ, എന്തെങ്കിലും വൃത്തിയോടുണ്ടോ? ഈ ഒറ്റപ്പാലം സ്റ്റേഷന് പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ തൊട്ട് ബാക്കിലാണ് ഭാരതപ്പുഴ നദി ഒഴുകുന്നത്. എനിക്ക് നല്ല നീളത്തിൽ കിടക്കുന്ന ഒരു നദിയാണ് കണ്ട ഭാരതപ്പുഴ. നമ്മൾ 2 പ്ലാറ്റ്ഫോം നിങ്ങളെ കാണിച്ചു, എങ്ങും ഒരു വൃത്തികേടില്ല. ഈ പ്ലാറ്റ്ഫോമിൽ കണ്ട് അവിടെ ഒരു ചേച്ചി കണ്ട് അവിടെ തൂത്ത് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. എപ്പോഴും തൂക്കാൻ ആളുണ്ട് കണ്ടോ, എപ്പോഴും തൂക്കാൻ ഓരോ സൈഡിലും കുറേ ചേച്ചിമാരുണ്ടാവും. അവരെപ്പോഴും എന്തെങ്കിലുമൊക്കെ അഴുക്കുണ്ടെങ്കിൽ വൃത്തിയായിക്കൊണ്ടിരിക്കും. പിന്നെ ഇവിടെ ആകെയുള്ള കുറച്ച് പട്ടികൾ വന്ന് പ്ലാറ്റ്ഫോമിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ആ പട്ടികളില്ലാത്ത സ്റ്റേഷനുണ്ട്, എല്ലാ സ്റ്റേഷനിലും പട്ടികളുണ്ട്. വേറെ എന്തെങ്കിലും വൃത്തികേടുണ്ടോ? നോക്കി, ട്രാക്കിൽ പോലും ഒന്നുമില്ല, അത്രയ്ക്ക് ക്ലീനാണ്. ഇനി നമുക്ക് കുറച്ച് ട്രെയിൻ സ്പോട്ടിങ് ആവാം. ഈ വണ്ടി കോഴിക്കോട് നിന്ന് പാലക്കാട് പോകുന്നൊരു ഈയിടെ തുടങ്ങിയ ഒരു അൺറിസർവ്ഡ് ഫുള്ളി ജനറൽ മാത്രമുള്ളൊരു പാസഞ്ചർ ട്രെയിനാണ്, സ്പെഷ്യൽ ട്രെയിനാണ്. അപ്പം QCI ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഒറ്റപ്പാലം സ്റ്റേഷൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. വൃത്തിയുണ്ടോ വൃത്തിയില്ലയോ എന്ന് നിങ്ങളിപ്പം ശരിക്കും മനസ്സിലാക്കിയല്ലോ. അപ്പം ഇതിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത് ഇതേപോലെ പല റിപ്പോർട്ടും പല സമയത്ത് ഇറക്കും. ഇതേപോലെ ടോപ്പ് 10 ടോപ്പ് 5 എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഫേക്കാണ്, ഉള്ള കാര്യം പറയാമല്ലോ. ഇതൊന്നും വിശ്വസിക്കരുത്. ഇതെല്ലാം എനിക്കറിയില്ല എന്തിൻ്റെ ബേസിസാണ് ഈ സാധനങ്ങളൊക്കെ അടിച്ചിറക്കുന്നതെന്ന്. എനിക്ക് അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഫീഡ്ബാക്ക് എടുത്തു, അതാണ് ഇതാണ്, എനിക്കറിയത്തില്ല. ഇതെന്തായാലും ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോൾ. കാരണം നമ്മൾ കുറേ വാർത്തയൊക്കെ വന്നായിരുന്നു ഇതേപോലെ ഒറ്റപ്പാലം ഭയങ്കര വൃത്തിയായിട്ട് സ്റ്റേഷനാണെന്നൊക്കെ പറഞ്ഞ്. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇനി ഇതിൽ കൂടുതലുള്ള പ്രൂഫൊന്നും വേണ്ടല്ലോ. എന്തായാലും ഒരു കാര്യം മനസ്സിലായി, ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയ ആൾക്കാർ UP, ബീഹാർ പിന്നെ ആ ഭാഗങ്ങളിലൊന്നും പോയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്.
അല്ലെങ്കിൽ ഇത് എന്തെങ്കിലുമൊക്കെ മാനിപ്പുലേറ്റഡ് ആയിരിക്കാം, നമുക്കറിയില്ല എന്തുവാണ്. കൊള്ളാം എന്തായാലും, കോമഡി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ടപ്പോൾ ചിരിയാണ് വന്നത് കേട്ടോ. ഈ ചെറിയൊരു വീഡിയോ എടുക്കുന്നത് നിങ്ങളെ അതൊന്ന് ആ തെറ്റിദ്ധാരണ മാറ്റിക്കാൻ വേണ്ടിയാണ്. കാരണം നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. നമ്മുടെ ഇവിടെ ഡേർട്ടി സ്റ്റേഷന് പറയാൻ മാത്രം എനിക്കറിയില്ല ഉണ്ടോയെന്ന് തന്നെ. കാരണം നമ്മുടെ കേരളത്തിലെ സ്റ്റേഷനെല്ലാം അത്യാവശ്യം നല്ല വൃത്തിയാണ്, മെയിൻറ്റൈൻഡ് ആണ്. ഈ സ്റ്റേഷനുള്ള പാലക്കാട് ഡിവിഷനിലാണ്. ഈ കുഞ്ഞ് സ്റ്റേഷനിലാണേലും ഈ പക്ക ഈ കോച്ചിൻ്റെ പൊസിഷൻ കാണിക്കുന്ന ആ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഈ സംഭവം ഒന്നും എറണാകുളം ടൗണിലോ എറണാകുളം ജംഗ്ഷനിലോ ഒന്നുമില്ല കേട്ടോ. ഇത് ഇവിടെ എനിക്കൊന്ന് റീഡെവലപ്മെൻ്റ് ഒക്കെ ചെയ്തപ്പോൾ വെച്ചതായിരിക്കും. എല്ലായിടത്തും ഫാൻ ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ഫാനുണ്ട്. പിന്നെ ഈ സംഭവമുണ്ട്, അവിടെ ട്രെയിൻ വരുമ്പോൾ കറക്റ്റ് ട്രെയിൻ നമ്പറും കാണിക്കും, കോച്ചും കാണിക്കും. എല്ലാ സെറ്റപ്പും ഉണ്ട്. എല്ലായിടത്തും മൊബൈൽ ഫോൺ ചാർജറും ഉണ്ട്. അതുകൊണ്ട് ഇവിടെയുണ്ട്, അവിടെയുണ്ട്, അങ്ങനെ എല്ലാ സ്ഥലത്തും മൊബൈൽ ഫോൺ ചാർജിങ് സ്ലോട്ടുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അത് വെക്കുന്ന സ്റ്റാൻഡുണ്ട്. ഒരു സൗകര്യക്കുറവൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ ജോലി ചെയ്തൊരു ചേച്ചിയായിട്ട് ഞാൻ സംസാരിച്ചായിരുന്നു. അപ്പം അവരും ഇതേപോലെ അറിയണമെന്നൊക്കെ പറഞ്ഞു. അവർ ചോദിക്കുക ഇതാരും ഇതൊക്കെ പറഞ്ഞ് ഇതാക്കുന്നത്. കാരണം അവരുടെ ജോലി ഭയങ്കര ആത്മാർത്ഥമാണ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ ഇരുന്ന് കറക്റ്റ് ലൈവായിട്ട് കണ്ടാണ്. ആ ചേച്ചിയാണെങ്കിലും കറക്റ്റ് സമയത്തിന് അവർക്ക് ഷിഫ്റ്റ് അനുസരിച്ചാണ്, രാവിലെയും രാത്രിയിലൊക്കെ പണിയുണ്ട്. അപ്പം 8 മണിക്കൂറോളം അവർക്ക് ഈ ഒരു ഷിഫ്റ്റ് ഉണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ നിരന്തരമായിട്ട് പ്ലാറ്റ്ഫോം എല്ലാം തൂത്തു തുടയ്ക്കും. പിന്നെ ട്രാക്കിൽ വേസ്റ്റൊക്കെ കളക്ട് ചെയ്യുന്നത് രാവിലെയും വൈകിട്ടൊക്കെയാണ്. അപ്പോൾ ട്രാക്കിൽ ഇറങ്ങി ഇപ്പോൾ കണ്ടില്ല ചേച്ചിമാർ ബക്കറ്റും കൊണ്ട് പോകുന്നത്, അതേപോലെ ബക്കറ്റും കൊണ്ട് പോയിട്ട് ഈ വേസ്റ്റൊക്കെ എടുത്ത് അവർ കളക്ട് ചെയ്ത് എന്നിട്ട് അതെല്ലാം സ്റ്റേഷന് അപ്പുറത്ത് എന്തോ ഒരു ഈ വേസ്റ്റൊക്കെ സംസ്കരിക്കുന്നൊരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോയി ഇതെല്ലാം ഡംപ് ചെയ്യും. അങ്ങനെയാണ് പരിപാടി. ഇപ്പോൾ നമുക്ക് മലയാളികൾക്കൊക്കെ ആകുമ്പോൾ അറിയാൻ പറ്റും ഇവിടെ ഈ സ്റ്റേഷന് ശരിക്കുള്ള അവസ്ഥ എങ്ങനെയാണ്. പക്ഷെ പുറത്തുനിന്ന് ഒരാളിങ്ങനെ കേൾക്കുമ്പോൾ അവരെന്താ വിചാരിക്കണ ഇത്ര മോശമാണെന്നൊക്കെ അല്ലേ വിചാരിക്കണേ. ഇവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ് ഭയങ്കര അടിപൊളിയായിട്ട് അവർ എല്ലാം ക്ലീനാക്കി ഉള്ളതുപോലെ അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ നല്ലപോലെ പണിയെടുക്കുന്നുണ്ട്. ഒരു താഴെ എങ്ങും ഒരു മിഠായി കവർ ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല ഇവിടെ വന്നാൽ. അത്രയ്ക്ക് ക്ലീനാണ് സ്റ്റേഷൻ. നിങ്ങൾ ഈ സ്റ്റേഷനിലൊക്കെ പോകുമ്പോഴേ ക്ലീൻ ചെയ്യുന്ന ചേച്ചിമാരൊക്കെ ഉണ്ടാവല്ലോ, അപ്പോൾ അവരോടൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് വർത്തമാനം പറഞ്ഞാൽ കൊള്ളായിരിക്കും. കാരണം അപ്പോൾ ആ ചേച്ചിയൊക്കെ പറയുന്നത്, അതായത് അവരോടൊക്കെ ഓരോരുത്തർ പെരുമാറുന്ന രീതിയൊക്കെ ഭയങ്കര മോശമാണ്. കാരണം അവർ ഉള്ളത് കൊണ്ടല്ലേ ഈ സ്റ്റേഷനൊക്കെ ആണെങ്കിൽ ഇത്ര ക്ലീൻ ആയിട്ടിരിക്കുന്നത്. അവർക്കൊന്നും മര്യാദയ്ക്കൊന്നും സാലറി ഒന്നും കാണത്തൊന്നുമില്ല. സാധാരണ കിട്ടുന്നതിനെക്കാട്ടും ഭയങ്കര കുറവായിരിക്കും. ഒന്നാമതും കോൺട്രാക്ട് ജോലിക്കാരാണ്. അപ്പോൾ ഇത് കോൺട്രാക്ട് എടുത്തിട്ട് ആൾക്കാരെ വെച്ചിട്ടാണ് അവർ ക്ലീൻ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ വലിയ ശമ്പളമോ അങ്ങനെയൊന്നും കാണത്തൊന്നുമില്ല. ഇപ്പോൾ 2 വണ്ടി നമുക്കിവിടെ കാണാൻ പറ്റും. ചെറിയൊരു ട്രാൻസ്പോർട്ടിങ് ചെയ്യാണ്. നമ്മൾ തിരിച്ചു പോകുന്ന കേരളയ്ക്കാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗുഡ്സും വരുന്നുണ്ട്. ഇവിടുന്ന് നമ്മുടെ തിരുവനന്തപുരം നോർത്ത് കോർബ എക്സ്പ്രസ്സും വരുന്നുണ്ട്. ഇത് ഷൊർണൂർ ഭാഗത്തേക്ക് പോകുന്ന ഏതോ ഒരു ഗുഡ്സാണ് കേട്ടോ. ഹൂബ്ലിയുടെ WG9 ട്വിൻസ് ആയിരുന്നു ഇതിന്റെ ലോഗോ. അപ്പുറത്ത് വന്ന് കയറിയത് നമ്മുടെ കൊച്ചുവേളി കോർബ എക്സ്പ്രസ്. ഇപ്പൊ നമ്മുടെ ശബരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് വരുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന അന്ന് നമ്മുടെ തിരുവനന്തപുരം സെക്കന്ദരാബാദ് ശബരി എക്സ്പ്രസിന്റെ ഫസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് റണ്ണാണ്. ഇതിന്റെ നമ്പർ ഇപ്പം മാറിയിട്ടുണ്ട്. തിരുവനന്തപുരം സെക്കന്ദരാബാദ് പറഞ്ഞ വണ്ടിയുടെ 20630 എന്നാണ്. തിരിച്ചു വരുന്നത് 20629. നേരത്തെ 17229 17230 ആയിരുന്നു. പക്ഷേ ഇന്ന് മുതൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന അന്ന്, ഇന്ന് ഡേറ്റ് എന്തുവാ, ഇന്ന് 29 സെപ്റ്റംബർ 29 മുതൽ ഈ വണ്ടി സൂപ്പർ ഫാസ്റ്റ് ആണ് ഓടുന്നത്. അതുമല്ല, ഈ വണ്ടി ഇനി നമ്മുടെ സദേൺ റെയിൽവേയുടെ തിരുവനന്തപുരം ഡിവിഷന്റെ സ്വന്തം വണ്ടിയാണ്. ഇത് നേരത്തെ സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ തിരുപ്പതിയുടെ വണ്ടിയായിരുന്നു. പക്ഷേ ഇപ്പം ഇന്ന് മുതൽ നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രം ഡിവിഷൻ മെയിൻ്റനൻസ് ചെയ്യുന്ന സൂപ്പർ ഫാസ്റ്റ് കാറ്റഗറി വരുന്നതാണ് ശബരി ഇപ്പോൾ വരുന്നുണ്ട്, കാണിച്ചു തരാം. ഞാൻ രാവിലെ ഒറ്റപ്പാലം വന്ന് ആലപ്പുഴ ധൻബാദിനായിരുന്നു. തിരിച്ചു പോകുന്ന കേരള എക്സ്പ്രസ്സിനാണ്. കേരള എക്സ്പ്രസ് ആണ് ഇന്ന് പക്ക ഓൺ ടൈം. ബിഫോർ ടൈം 1/2 മണിക്കൂർ ബിഫോർ ടൈം പിടിച്ച് പാലക്കാട് വന്നു. സാധാരണ അവിടെ ഒറ്റപ്പാലത്ത് കേരളയ്ക്ക് സ്റ്റോപ്പുണ്ട്. അപ്പോൾ ഒറ്റപ്പാലത്ത് വെച്ചിട്ട് മറ്റേ ബംഗളൂരു എറണാകുളം ഇന്റർസിറ്റി ഓവർടേക്ക് അടിക്കുന്ന. പക്ഷെ ഇന്ന് ആ വണ്ടി ലേറ്റ് 2 മണിക്കൂർ അടുപ്പിച്ച് ഇന്റർസിറ്റി. അതുകൊണ്ട് ഇന്ന് ഓവർടേക്കും കാണത്തില്ല. അപ്പോൾ ഓവർടേക്ക് ഇല്ലാത്തതുകൊണ്ട് വണ്ടി എന്തായാലും നല്ല അടിച്ചു പിന്നിച്ച് ആയിരിക്കും പോകുന്നത്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 206330
തിരുവനന്തപുരം സെക്കൻഡറാബാദ് ശബരി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. For kind attention of passengers, train number 20630 തിരുവനന്തപുരം സെക്കൻഡറാബാദ് ശബരി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് will arrive shortly on platform number 1. ഇത് സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ റേക്കാണ്. അവര് സോണിന്റെ മാർക്കിംഗ് ഒന്നും ഇതിനായിട്ടും കളഞ്ഞിട്ടില്ല, മിക്കവാറും കളയും. ഇത് അവര് അവിടെ നിന്ന് റേക്ക് ഇങ്ങോട്ട് കടത്താൻ നേരത്ത്, റേക്ക് എന്ന് വെച്ച് ട്രെയിനാണ് റേക്ക് എന്ന് പറയുന്നത്. റേക്ക് കിടക്കാൻ നേരത്ത് അവരുടെ ട്രെയിൻ ബോർഡെല്ലാം ഊരി വെച്ചിട്ട് ഒരു വെള്ള കടലാസയിൽ ഇതേൽ എഴുതി ഒട്ടിച്ചേക്കുമായിരുന്നു കോച്ച് നമ്പറും പേരും ഒക്കെ പോരെ. എന്നിട്ട് പഴയ കോച്ചുകളൊക്കെയാണ് കുറേയൊക്കെ തട്ടിയത് കേട്ടോ. പുതിയ കോച്ചൊക്കെ കുറേ എടുത്തിട്ട് പഴയ കോച്ചാണ് കുറേയൊക്കെ തട്ടിയത് പോരെ. കണ്ടോ, ഇതിൻ്റെ ഫസ്റ്റ് എ സിക്ക് നല്ല പഴയതാണ്, 2008 ഉണ്ടാക്കിയ ഫസ്റ്റ് എ സിക്ക്. കണ്ടോ, ടൂ ടയർ പിന്നെയും കുഴപ്പമില്ല. ഇതിൻ്റെ ജനറൽ കോച്ചിൻ്റെ അവസ്ഥയും ഭയങ്കര മോശമാണ് കേട്ടോ. അവരിങ്ങോട്ട് കടത്തി വിട്ട സാധനമാണ് ഇത്. കണ്ടോ, എനിക്ക് എന്ത് പഴയതെന്നുണ്ടോ. പഴയെന്നല്ല, 2020 ഉണ്ടാക്കിയാണ്, പക്ഷേ ഒട്ടും മെയിൻറ്റൈൻ അല്ല. കണ്ടോ, നമുക്ക് എന്തല്ലേ, രണ്ടും കണക്കാണ്. ഇത് ഈസ്റ്റ് സെൻട്രലിലൊക്കെ കണ്ടോ, ബീഹാറിൻ്റെ ഒക്കെ സാധനം എടുത്ത് കടത്തി വിട്ടേക്കുന്നത്. നമുക്ക് എന്തൊക്കെയാണ് നോക്ക്. ക്ലൈമറ്റ് ഒക്കെ മാറി, ഇത്ര നേരം നല്ല വെയിലായിരുന്നു. ഇപ്പോൾ കണ്ട് മഴയൊക്കെ തുടങ്ങി, ഭയങ്കര കാറ്റാണ്. ഈ പാലക്കാട് അറിയാമല്ലോ, നല്ല കാറ്റുള്ളൊരു സ്ഥലമാണ്. മംഗളൂരു സെൻട്രലിൽ നിന്നും ചെന്നൈ എഗ്മോർക്ക് പോകുന്ന എക്സ്പ്രസ് ആണ് ഈ പോകുന്നത്. ഇത് കുറേ നാൾ താമ്പരം വരെയായിരുന്നു. ഇപ്പോൾ ചെന്നൈ എഗ്മോറിലെ പണി ഏകദേശം കഴിഞ്ഞെന്ന് തോന്നി. ഇപ്പോൾ വീണ്ടും ചെന്നൈ എഗ്മോറിലോട്ട് ആക്കിയിട്ടുണ്ട് വണ്ടി. നമ്മൾ തിരിച്ചു പോകുന്നത് കേരള എക്സ്പ്രസിനാണ്. പക്ക ഓൺ ടൈമിന് ഇവിടെ ഒറ്റപ്പാലത്ത് നിന്ന് കയറുകയാണ്. ഇപ്പോൾ കേരളക്കാണ് നമ്മൾ എറണാകുളം പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കോച്ച് കേട്ടോ. ഇത് ഭാരത് ഗൗരവനെങ്ങാണ്ട് നേരത്തെ ഓടി ചെയ്ത കോച്ചാണ്. അകത്ത് വലിയ ആൾക്കാരൊന്നുമില്ല കേട്ടോ, വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ എൻ്റെ സീറ്റ് ഇവിടെ സൈഡ് അപ്പറിലാണ് 40. കേരള എക്സ്പ്രസിനവിടെ ഭാരതപ്പുഴ ഔട്ടറിൽ കൊണ്ട് പിടിച്ചിട്ടേക്കുക. വേണാട് എക്സ്പ്രസ് ഷൊർണൂരിൽ നിന്ന് ഭാരതപ്പുഴ പാലം കയറി ഇറങ്ങാൻ വേണ്ടിയാണ് പിടിച്ചിട്ടേക്കുന്നത്. എന്നിട്ട് ഈ കേരള വേണാടിൻ്റെ പുറകെ അങ്കമാലി വരെ എഴിയും. എന്നിട്ട് അങ്കമാലി വെച്ച് ഓട്ടേക്ക് ഇടിക്കും. നോക്കിക്കോണേ. ഞാൻ പറഞ്ഞില്ല അങ്കമാലി വെച്ച് ഓട്ടേക്ക് അടിക്കുന്നു പറഞ്ഞില്ല. ഇത് എല്ലാ ദിവസവും നടക്കുന്ന കാര്യമാണ്. അങ്കമാലി വെച്ച് നമ്മൾ വേണാട് എക്സ്പ്രസിനെ കണ്ട് കേരള ഓട്ടേക്ക് അടിക്കാൻ പോവാം. അപ്പോൾ ഒറ്റപ്പാലം സ്റ്റേഷന്റെ അവസ്ഥയൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഏതാണ് ഡേർട്ടിയസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഏറ്റവും നല്ല വൃത്തിയുള്ള സ്റ്റേഷനിലാണ് ഒറ്റപ്പാലം. ഇത് ആ റിപ്പോർട്ടൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. എന്താണേലും നമ്മളതൊന്നും മൈൻഡ് ചെയ്യാൻ പോകാതിരുന്നാൽ മതി. അപ്പൊ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ശ്രദ്ധിക്കുന്നു. അടുത്ത വീഡിയോ കൊങ്കൺ കന്യ എക്സ്പ്രസിന്റെ വീഡിയോ ആണ്. മുംബൈ CSMT മഡഗാവ് വരെ വരുന്ന ഒരു വണ്ടിയാണത്. മണ്ടോവി എക്സ്പ്രസിന്റെ വീഡിയോ ഉണ്ടല്ലോ, അതേപോലത്തെ ഫുഡ് ഈ വണ്ടിയിൽ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം. കൊങ്കൺ കന്യയുടെ വീഡിയോ വരുന്നുണ്ട്. പിന്നെ പഞ്ചഗംഗ എക്സ്പ്രസ് എന്ന വണ്ടിയുടെ വീഡിയോ വരുന്നുണ്ട്. അത് കാർവാറിന്ന് ബംഗളൂരു പോകുന്നതാണ്. പിന്നെ ഹൂബ്ലി കൊച്ചുവള്ളി എക്സ്പ്രസിന്റെ വീഡിയോയും വരുന്നുണ്ട്. ഹൂബ്ലി കൊച്ചുവള്ളിയുടെ വീഡിയോ ചെയ്യണമെന്ന് കുറെ നാളായിട്ട് കുറെ പേര് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോ വരുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് ഡേ കൊങ്കങ്ങിയുടെ വീഡിയോ ആയിട്ട് കാണാം. 2-3 ദിവസം കഴിഞ്ഞ് വരത്തുള്ള വീഡിയോ. അപ്പോൾ ബൈ.